ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് തിരുവല്ലയിലുള്ള സെൻറ്റ് മേരീസ് റോയൽ എൻഫീൽഡ് ഷോറൂമിലാണ്. എല്ലാ റോയൽ എൻഫീൽഡ് ബൈക്കിൻ്റെയും ഓൺ റോഡ് പ്രൈസും വേരിയൻസും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ പുതുതായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാനുള്ളത് നമ്മുടെ കൂടെ ഉള്ളത് അമൽ ബ്രോ ആണ്. അമൽ ബ്രോയെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു ബ്രോ. വെൽക്കം ബ്രോ. നമുക്ക് വണ്ടിയുടെ ഒരു ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തണം. നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആയിട്ട് ഇപ്പം 350 സെഗ്മെന്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം 100 ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് 350 ഉണ്ട്, ക്ലാസിക് മോഡൽസ് ഉണ്ട്, അതേപോലെ തന്നെ ഗോവൻ ക്ലാസിക് എന്ന വേരിയന്റ് ഉണ്ട്, പിന്നെ മീറ്റിയോർ 350 എന്ന് പറഞ്ഞ വേരിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാനുള്ളത് ബുള്ളറ്റ് 350 ഉണ്ട്, അതുപോലെ 100 ഉണ്ട്, ക്ലാസിക് ഇത് 100 എന്ന് പറഞ്ഞ മോഡലിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയും. ഇത് 100ന്റെ ടോപ്പ് വേരിയന്റിലുള്ള ഒരു കളറാണ്. നമുക്ക് ലണ്ടൻ റെഡ് എന്ന് പറഞ്ഞൊരു കളറാണ്. സ്റ്റാർട്ടിങ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ പ്രൈസ് ഡ്രോപ്പ് ആയിട്ടുണ്ട്. GSTയിലുള്ള പ്രൈസ് വ്യത്യാസം വന്നിട്ടുണ്ട്. 350 സെഗ്മെന്റിലൊക്കെ നമുക്ക് അത്യാവശ്യം രീതിയിലുള്ള പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. 17 രൂപയോളം നമുക്ക് ഡിഫറൻസ് വന്നിട്ടുണ്ട് പ്രൈസിങ്ങിൽ. അപ്പൊ നമുക്ക് ഇതിന്റെ 100ന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നോക്കുവാണെങ്കിൽ 169 ആണ് ഇപ്പം നിലവിൽ വരുന്നത്. ഇത് നമുക്ക് ടോപ്പ് വേരിയന്റ് വരുന്ന കളറാണ്, ലണ്ടൻ റെഡ് എന്ന് പറഞ്ഞ കളറാണ്. ഇത് വരുമ്പോൾ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ 2,03,000 സംതിങ് വരും ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക്. ഇത് നമുക്ക് ബേസ് വേരിയന്റും തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെയാണ്? വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് വേരിയൻസ് ആയിട്ടാണ് വരുന്നത്. സ്റ്റാർട്ടിങ് വരുന്ന റെട്രോ വേരിയന്റ് നമുക്ക് ഫാക്ടറി ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒറ്റ കളേഴ്സ് ആണ് നമുക്ക് വരുന്നത്, ഒറ്റ കളറാണ് നമുക്ക് വരുന്നത്. വരുമ്പോൾ 169 വരും ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ. അതൊരു സിമ്പിൾ ലുക്കും ഫീച്ചേഴ്സും വരുന്ന മോഡലാണ്. അതായത് നമുക്ക് സ്പോക്ക് വീൽ ഡിസൈൻ ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ സിംഗിൾ ചാനൽ വേരിയന്റ് ആണ്. ഫ്രണ്ട് മാത്രം ഡിസ്ക് വിത്ത് ABS-ഉം ബാക്കിൽ ഡ്രമ്മും ആയിരിക്കും വരുന്നത്. അതുപോലെ നോർമൽ ഫീച്ചേഴ്സ്, നോർമൽ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നോർമൽ ടൈപ്പ്. മീറ്റർ കൺസോൾ ആയിരിക്കും നമുക്ക് ഒരു സിമ്പിൾ ടൈപ്പ്. ഈ ഒരു ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് അതിനകത്ത് വരുന്നില്ല. നോർമൽ സിമ്പിൾ ടൈപ്പ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് വരുന്നത്. ഒരു സിമ്പിൾ ലുക്കിലാണ് ആ ഒരു വേരിയന്റ് വരുന്നത്. അതേസമയം ഇത് മെട്രോ വേരിയന്റ് വരുന്നത്. മെട്രോ വരുമ്പോൾ കുറച്ചുകൂടെ മോഡേൺ ലുക്സും ഫീച്ചേഴ്സും വരും. അതായത് നമുക്കിപ്പം ഇതിന്റെ സെക്കൻഡ് ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഡാപ്പർ ഗ്രേ ഉണ്ട്, അതുപോലെ തന്നെ റിയോ വൈറ്റ് എന്ന് പറഞ്ഞ കളറുണ്ട്, പിന്നെ റീസെന്റ് ആയിട്ട് ഗ്രാഫൈറ്റ് ഗ്രേ എന്ന് പറഞ്ഞ കളറും കൂടെ ആഡ് ആയിട്ടുണ്ട്. അതൊരു സിംഗിൾ കളർ ടോൺ ആയിരിക്കും. ടാങ്കിൽ ഒരു സിംഗിൾ കളർ ടോൺ വരും. ഫീച്ചേഴ്സിലോട്ട് നോക്കുമ്പോൾ നമുക്ക് അലോയ് വീല് വരുന്ന വേരിയന്റ് ആണ്. അലോയ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിത്ത് ട്യൂബ്ലെസ് ടയർ ആയിട്ടായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ഡിസ്ക് വിത്ത് ABS വരുന്ന മോഡലാണ്. ഇപ്പം റീസെന്റ് ആയിട്ടുള്ള അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് LED ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് മീറ്റർ കൺസോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു DG+ അനലോഗ് മീറ്റർ കൺസോൾ വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ഫ്യൂൽ ഇൻഡിക്കേഷൻ അറിയാൻ പറ്റും, ടൈം, ഗിയർ പൊസിഷൻ, അതുപോലെ ട്രിപ്പ് F, ട്രിപ്പ് A, ട്രിപ്പ് B ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ കൂടാതെ നമുക്ക് ട്രിപ്പർ നാവിഗേഷൻ യൂണിറ്റ് വരുന്നുണ്ട്. നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ യൂണിറ്റ് നമുക്ക് ഇതിനകത്ത് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് C ടൈപ്പ് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഹസാർഡ് ലൈറ്റ്. അതുപോലെ തന്നെ ഇപ്പം റീസെന്റ് ആയിട്ട് നമുക്ക് സ്ലിപ്പർ ആൻഡ് അസിസ്റ്റ് ക്ലച്ച് നമുക്കിപ്പം 100 350 മോഡൽസിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സസ്പെൻഷനിലൊക്കെ കുറച്ചുകൂടെ നമുക്ക് ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ സ്റ്റിഫ്, ഇതിന് മുമ്പുള്ള മോഡൽ കുറച്ചുകൂടെ സ്റ്റിഫ് ആയിരുന്നു. അത് ഇപ്പം റീസെന്റ് ആയിട്ട് വന്ന മോഡലിൽ കുറച്ചുകൂടെ കംഫോർട്ടിൽ കുറച്ചുകൂടെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് സീറ്റിംഗിൽ കുറച്ചുകൂടെ സോഫ്റ്റ് പാഡിങ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സസ്പെൻഷൻ കുറച്ചുകൂടെ റീട്യൂൺ ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ കംഫോർട്ടിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇതിപ്പോ ടോപ്പ് വേരിയന്റിൽ നമുക്ക് ലണ്ടൻ റെഡ്, അതുപോലെ ടോക്കിയോ ബ്ലാക്ക്, പിന്നെ നമുക്ക് വരുന്നത് റിബൽ ബ്ലൂ എന്ന് പറഞ്ഞ 3 കളേഴ്സ് ആണ് നമുക്ക് ഈ ഒരു വേരിയന്റ് വരുന്നത്. റിയറിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു LED ടെയിൽ ലൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വേരിയന്റിനെ കുറിച്ചൊന്ന് പറയാമോ? ബാക്കിലിരിക്കുന്ന ഏതാ? ഈ 100. ഇത് നമുക്ക് ടോപ്പ് വേരിയന്റിൽ വരുന്ന ഇപ്പൊ പറഞ്ഞല്ലോ ടോക്കിയോ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ്. 2,03,000 ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമുക്ക് ഈ ഒരു വേരിയന്റിൽ. ഇവിടെ ഒരു ഗ്രാഫിക്സ്. അതെ. ഇതും ആ പറഞ്ഞ ഫീച്ചേഴ്സും എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. സെയിം കളർ മാത്രമേ ഉള്ളൂ, കളേഴ്സിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. 2,03,000. അതെ. മുൻപ് എത്രയായിരുന്നു? നമുക്ക് 220 ആയിരുന്നു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 17,000 ഡിഫറൻസ് വന്നു. നമുക്ക് ബേസ് മോഡലും അതേ റേഞ്ച് തന്നെയാണോ വന്നിരിക്കുന്നത്? 17,000. അതെ. ഇനി നമുക്ക് അടുത്ത മോഡലിലേക്ക് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബുള്ളറ്റ് 350 മോഡൽസ് ആണ്. ബുള്ളറ്റ് 350 നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്ന 197 തൊട്ട് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അതായത് എക്സ്ഷോറൂം പ്രൈസും ടാക്സും ഇൻഷുറൻസും കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട് ആണ് ഓൺ റോഡ് പ്രൈസ് നമ്മൾ പറയുന്നത്. ഇതിലിപ്പോൾ നമുക്ക് ബറ്റാലിയൻ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ് സ്റ്റാർട്ടിംഗ് വേരിയന്റ് വരുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേന് പഴയ ഒരു റെട്രോ ഫീൽ വരും. നമുക്ക് ആ ഒരു പഴയ ഒരു ബുള്ളറ്റിന്റെ ഒരു ലുക്ക് വരുന്ന മോഡലാണ് ബറ്റാലിയൻ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ. വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് സിംഗിൾ ചാനൽ വേരിയന്റ് ആണ്. ഫ്രണ്ട് മാത്രം ഡിസ്ക് വിത്ത് ABS-ഉം ബാക്കിൽ ഡ്രമ്മും ആയിരിക്കും വരുന്നത്. അതുപോലെ നമുക്കൊരു ഷോർട്ട് സീ ഡിസൈൻ ആണ്. പഴയ സ്റ്റാൻഡേർഡിലൊക്കെ വന്നുകൊണ്ടിരുന്ന പോലെ തന്നെ ഷോർട്ട് സീ ഡിസൈൻ വരുന്നുണ്ട്. അതുപോലെ ടെയിൽ ലൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്വയർ ടൈപ്പ് ടെയിൽ ലൈറ്റ് വരുന്നുണ്ട്. പഴയ അതെ. ഈ ഒരു വേരിയന്റാണ് നമുക്ക് ആ ഒരു ലുക്കിലോട്ട് കൺവേർട്ട് പറ്റുന്നത്. ആ ഒരു ലുക്ക് വരുന്ന ഈ ഒരു വേരിയന്റാണ്. നമുക്കിപ്പം
ഫീച്ചേഴ്സ് നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്രേക്കിംഗ് സിംഗിൾ ചാനലാണ്, അതുപോലെ മീറ്റർ കൺസോൾ നമുക്ക് ഫ്യൂൽ ഇൻഡിക്കേഷൻ അറിയാൻ പറ്റും, ടൈം അറിയാൻ പറ്റും, ട്രിപ്പ് ഓഫ്, പിന്നെ ട്രിപ്പ് 1 ട്രിപ്പ് 2 ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് USB ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, പിന്നെ ഹസാർ ലൈറ്റ് 4 ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, 4 ഇൻഡിക്കേറ്റർ ഉണ്ട്. നമുക്ക് ഈ പ്രൈസ് ഇപ്പൊ പറഞ്ഞത് ആക്സസറീസും കൂടെ ചേർത്തപ്പോ അല്ല, ആക്സസറീസിന് അഡീഷണൽ ആണ്. നമ്മൾ അതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതനുസരിച്ച് ഡിസ്കൗണ്ട്സ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് പിന്നെ കൂടാതെ നമുക്ക് ആക്സസറീസിന് നമുക്ക് 3 വർഷം വരെ വാറന്റിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും തുരുമ്പോ പൊട്ടലോ എന്തെങ്കിലും സംഭവിക്കുകയാണ് റീപ്ലേസ്മെന്റ് വാറന്റി കമ്പനി ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് LED എല്ലാ മോഡൽസിലും അല്ല, നമുക്ക് സ്റ്റാൻഡേർഡിൽ നമുക്ക് ഹാലജൻ ആണ് വരുന്നത്. ക്ലാസിക്കിൽ നമുക്കൊരു ഡുവൽ ചാനൽ വേരിയന്റ് തൊട്ടാണ് നമുക്ക് LED ഹെഡ്ലൈറ്റ് വരുന്നത്. അതെ, സ്റ്റാൻഡേർഡിൽ പൊതുവെ എല്ലാ വേരിയൻസിലും നമുക്ക് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വേരിയന്റ് ആണ് നമുക്ക് ഈ ഒരു മോഡല്. ഇത് വരുമ്പോൾ 198 വരും. മിലിറ്ററി ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ്. ഇതിനകത്ത് മിലിറ്ററി റെഡ് എന്ന് പറഞ്ഞ വേറൊരു കളറും കൂടെ നമുക്ക് ഉണ്ട്. ഇതും സിംഗിൾ ചാനൽ വേരിയന്റ് ആണ്. ഫ്രണ്ട് മാത്രം ഡിസ്ക് ABS-ഉം ബാക്കിൽ ഡ്രമ്മും ആയിരിക്കും. അതെ അതെ. മറ്റേ വരുമ്പോഴത്തേക്ക് നമുക്കൊരു മെറ്റാലിക് ബ്ലാക്ക് വരും. ഇതൊരു ഗ്ലോസി ബ്ലാക്ക്, പ്യുവർ ബ്ലാക്ക് ഒരു കളേഴ്സ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് സിംഗിൾ ചാനൽ വേരിയന്റ് തന്നെയാണ്. വീൽസ് എല്ലാം നമുക്ക് ഇതിനകത്ത് ബ്ലാക്ക് ആയിരിക്കും വരുന്നത്. ക്രോം എലമെന്റ്സ് വരുന്ന എഞ്ചിന് സയൻസർ ഉൾപ്പെടെ ക്രോം ആയിരിക്കും വരുന്നത്. ആ ഒരു വ്യത്യാസം വരും. പിന്നെ ടാങ്കിൽ നോക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ ടൈപ്പ് ബാഡ്ജിങ് വരുന്നുണ്ട്. ആ ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല, ഒരു പ്യുവർ ബ്ലാക്ക് ഡിസൈൻ വരും. ഈ മറിഞ്ഞ മോഡല് എത്രയായിരിക്കും വരുന്നത്? ഇത് നമുക്ക് സ്റ്റാൻഡേർഡിന്റെ തന്നെ ടോപ്പ് വേരിയന്റ് വരുന്നത് ബ്ലാക്ക് ഗോൾഡ് എന്ന് പറഞ്ഞ കളറാണ്. ഇത് വരുമ്പോൾ ക്രോം എലമെന്റ്സ് നമുക്ക് ഈ ഒരു വേരിയൻസിൽ കുറവായിരിക്കും. കണ്ടില്ല, നമുക്കൊരു എഞ്ചിന് സയൻസർ എല്ലാം നമുക്കൊരു ബ്ലാക്ക് ആയിരിക്കും വരുന്നത്. ഉള്ളൊരു ഡാർക്ക് എഡിഷനാണ് വരുന്നത്. നമുക്ക് ടാങ്കിൽ നോക്കുവാണെങ്കിൽ ഒരു ഡുവൽ ടോൺ കളർ ഷെയ്ഡ് വരുന്നുണ്ട്. ഒരു ഗ്ലോസി ബ്ലാക്കും വരുന്നുണ്ട്, അതേപോലെ മാറ്റ് ബ്ലാക്കും വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ഒരു സ്ട്രൈപ്പിംഗ് നോക്കുവാണെങ്കിൽ നമുക്ക് കോപ്പർ സ്ട്രൈപ്പിംഗ്, കോപ്പർ ലൈനിങ് ആണ് വരുന്നത്. അതുപോലെ ബാഡ്ജിങ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 3D ടൈപ്പ് ബാഡ്ജിങ് വരും. ആ ഒരു വ്യത്യാസം വരും. ഇതിനെങ്ങനെയായിരുന്നു പ്രൈസ്? ഇത് വരുമ്പോഴത്തേക്ക് 256 വരും. 256 വരും ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക്. ഇതും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് ആണ്. അത് നമുക്ക് 198 വരും, ഇത് 256 വരും ഓൺ റോഡ് പ്രൈസ്. പ്രൈസ് ഡിഫറൻസ് ഈ കളർ കൂടാതെ ഫീച്ചേഴ്സിൽ ഇപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡുവൽ ചാനൽ വേരിയന്റ് ആണ്, മറ്റേ സിംഗിൾ ചാനൽ വേരിയന്റ് ആണ്. കളേഴ്സിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഫുള്ളൊരു മാറ്റ് പെയിന്റഡ് ആയിട്ടുള്ള മോഡലാണ്. പിന്നെ ഇതിന് ബാക്ക് റെസ്റ്റ് വരുന്നില്ല. ബാക്ക് റെസ്റ്റ് ഒക്കെ നമുക്ക് അഡീഷണൽ ഫിറ്റ്മെന്റ് വരുന്ന ഓൾറെഡി നമുക്ക് ഈ ഒരു സിമ്പിൾ റെയിൽ വരുന്നുണ്ട്. അതിൽ അഡീഷണൽ ഫിറ്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോ അഡീഷണൽ ആയിട്ട് നമുക്ക് ക്രാഷ് ഗാർഡ്, അതേപോലെ എഞ്ചിൻ അടി വരുന്ന സം ഗാർഡ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്. അതേപോലെ തന്നെ ബാക്ക് റെസ്റ്റ്, ഇത് മൂന്നുമാണ് അഡീഷണൽ ഫിറ്റ്മെന്റ് ആയിട്ട് നമുക്ക് വരുന്നത്. അതിനെല്ലാം കൂടെ എത്രയാവുമായിരിക്കും? ക്രാഷ് ഗാർഡ് ഒക്കെ നമുക്കൊരു 2,600 തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഇതിപ്പോ മെറ്റൽ എക്സ്ട്രാ വന്നിരിക്കുന്നതാണോ? ഏതാ മെറ്റലാ? ഇതിന് തന്നെ SS സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയലും ഉണ്ട്. അതിന്റെ തന്നെ മാറ്റ് പെയിന്റഡ് ആയിട്ടുള്ള പൗഡർ കോട്ടഡ് ആയിട്ടുള്ള മോഡലും ഉണ്ട്. 4 ടൈപ്പ് ക്രാഷ് കാർഡ് നമുക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് നമുക്കിപ്പം മിലിറ്ററി ബ്ലാക്ക് കഴിഞ്ഞാലുള്ള ഒരു ഡുവൽ ചാനൽ വേരിയന്റ് സ്റ്റാർട്ടിങ് വരുന്ന ഈ ഒരു വേരിയന്റ് സ്റ്റാൻഡേർഡ് ബ്ലാക്ക്, അതുപോലെ സ്റ്റാൻഡേർഡ് മെറൂൺ എന്ന് പറയുന്ന 2 കളേഴ്സ് ആണ് നമുക്ക് ഡുവൽ ചാനൽ വരുന്നത്. പിന്നെ ടോപ്പ് വേരിയന്റ് വരുന്ന ബ്ലാക്ക് ഗോൾഡ്, 3 കളേഴ്സ് ആണ് നമുക്ക് ഡുവൽ ചാനൽ വേരിയന്റിൽ വരുന്നത്. ആ ഒരു വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ട് ആ സീറ്റിംഗിലുള്ള ഡിഫറൻസും അതുപോലെ ടെയിൽ ലൈറ്റിലുള്ള ഡിഫറൻസും ആണ്. ഇതേ സെയിം തന്നെ ബറ്റാലിയൻ ബ്ലാക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ അതും ഇതും തമ്മിൽ ആ ഒരു സീറ്റിംഗിലും ബ്രേക്കിംഗിലും ടെയിൽ ലൈറ്റിലും ഉള്ള ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇത് വരുമ്പോൾ 222 വരും ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക്. നേരത്തെ എത്രയായിരുന്നു? ഇത് 241. ഇത്രയും വ്യത്യാസമുണ്ട് അല്ലേ? ഇതിപ്പോ നമുക്ക് ഈ ആക്സറി എല്ലാം ഉൾപ്പെടെ വെച്ചിട്ട് ഒരു എത്ര പ്രൈസിന് ഇറക്കാൻ പറ്റും? ഇതിന്റെ ആക്സസറീസ് നമുക്കൊരു 10 രൂപ റേഞ്ച് ഒക്കെ വരും. ഇതിനകത്ത് സേഫ്റ്റിയുടെ ഭാഗത്ത് 3 ആക്സസറീസ് കൊടുക്കുന്നല്ല, ക്രാഷ് കാർഡ്, സം ഗാർഡ്, ബാക്ക് റെസ്റ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത്യാവശ്യം ഫാമിലി യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 ആക്സസറിയും ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഈ വണ്ടിയെ കുറിച്ചൊന്ന് നോക്കാം. നമുക്ക് ക്ലാസിക് വേരിയന്റ്സിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 219 തൊട്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട്. നമുക്കിപ്പം കളേഴ്സിനനുസരിച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. ക്ലാസിക്കിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് റെഡിച്ച് എന്ന് പറഞ്ഞ കളേഴ്സ് തൊട്ടാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഡുവൽ ചാനൽ വേരിയന്റ് ആണ്, 2 ഇരിക്കുന്നത്. ഡുവൽ ചാനലിൽ നമുക്ക് പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസെന്റ് ആയിട്ട് നമുക്ക് LED ഹെഡ്ലൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് മദ്രാസ് റെഡ് എന്ന് പറഞ്ഞൊരു കളറാണ്, റീസെന്റ് ആയിട്ട് വന്ന ഒരു കളറാണ് മദ്രാസ് റെഡ് എന്ന് പറഞ്ഞ കളർ. ഇതിലിപ്പോ കളറുള്ള ചേഞ്ച്, പിന്നെ സീറ്റിന്റെ കളർ. അതെ, സീറ്റിംഗിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ക്ലാസിക്കൽ ഒരു സ്പ്ലിറ്റ് സീറ്റ് ഡിസൈൻ ആയിരിക്കും നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഡുവൽ ചാനലാണ്, ഫ്രണ്ടും ബാക്ക് ആൻഡ് ഡിസ്ക് വിത്ത് ABS വരും. പിന്നെ ബാഡ്ജിങ്ങിലുള്ള ഡിഫറൻറ്റ് ആണ്. മദ്രാസ് റെഡ് ആ ഒരു വേരിയന്റിൽ നമുക്ക് ഇതിലും നമുക്ക് ടോപ്പ് വേരിയന്റിലുമാണ് നമുക്ക് ഈ ഒരു ടൈപ്പ് ബാഡ്ജിങ് നമുക്ക് വരുന്നത്.
പിന്നെ നമുക്ക് മെഡാലിയൻ ബ്രോൺസ് 3 കളേഴ്സിൽ നമുക്ക് 4 കളേഴ്സിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ബാഡ്ജിങ് ആയിരിക്കും വരുന്നത്. ഈ മോഡലും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് വരുമ്പോൾ എത്രയായിരിക്കും? പ്രൈസ് ഡിഫറൻസ് നമുക്കിപ്പം മദ്രാസ് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 222 വരും ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക്. 2,22,000. അതെ, അത് വരുമ്പോഴത്തേക്ക് ടോപ്പ് വേരിയന്റ് മുകളിലാണ് 266 വരും ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് ഈ മോഡൽ. അതെ, ഫുൾ ബ്ലാക്ക് വരുന്നതിന് 266. ഇത് തമ്മിലുള്ള മീൻസ് ഫീച്ചേഴ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു ഡാർക്ക് എഡിഷൻ ആണ്. ക്രോം എലമെന്റ്സ് കുറവായിരിക്കും, ഫുൾ ഒരു ഡാർക്ക് എഡിഷൻ ആണ്. നമുക്ക് അലോയ് വീൽ വരുന്ന വേരിയന്റ് ആണ് നമുക്ക് ഇതിലും. അതുപോലെ തന്നെ ഗൺ ഗ്രേ എന്ന് പറഞ്ഞ 2 കളറിലാണ് നമുക്ക് അലോയ്സ് വേരിയന്റ് വരുന്നത്. അലോയ്സ് ആയതുകൊണ്ട് തന്നെ വിത്ത് ട്യൂബ്ലെസ് സ്റ്റാർ ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓൾ LED ഫിനിഷിംഗ് ആയിരിക്കും. ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം LED ആയിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് കൂടാതെ നമുക്ക് ഒരു DG+ അനലോഗ് മീറ്റർ കൺസോൾ വരുന്നുണ്ട്. കൂടാതെ ട്രിപ്പർ നാവിഗേഷൻ യൂണിറ്റ് നാവിഗേഷൻ ആയിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ USB C ടൈപ്പ് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിന് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു വേരിയന്റ് നമുക്ക് ക്ലച്ചും ബ്രേക്കും അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ നമുക്ക് വരുന്നുണ്ട്. ഇനി പറഞ്ഞ ഹസാർ ലൈറ്റ് വരുന്നുണ്ട്. സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡിലൊക്കെ കാണുന്ന പോലെ തന്നെ റോട്ടറി ടൈപ്പ് സ്വിച്ചസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇത് വരുമ്പോൾ 266 ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇവിടെ ഉൾപ്പെടെ ഫ്രണ്ട് ഉൾപ്പെടെ നമുക്ക് LED അല്ലേ. ഈ സ്ക്രാം എങ്ങനെയായിരുന്നു പ്രൈസ് ഒക്കെ വരുന്നത്? സ്ക്രാം നമുക്ക് 280 തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. നമുക്ക് 2 വേരിയന്റ് ആയിട്ടാണ്. ഒന്ന് ട്രയൽ സീരീസ് വരുന്നുണ്ട്, ട്രെയിൽ ഗ്രീൻ, ട്രെയിൽ ബ്ലൂ എന്ന് പറഞ്ഞ 2 കളർ വരുന്നുണ്ട്. അത് വരുമ്പോൾ 280 ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് സ്പോക്ക് വീൽ ഡിസൈൻ ആയിരിക്കും വരുന്നത്. സ്പോക്ക് വീൽ ആയിരിക്കും വരുന്നത്. ആ ഒരു വ്യത്യാസം വരും. ഇത് ടോപ്പ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പ് വേരിയന്റിൽ നമുക്ക് അലോയ് വീൽ ആണ് കൊടുത്തേക്കുന്നത്. അലോയ്സ് വിത്ത് ട്യൂബ്ലെസ് ടയർസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് 3 കളർ വരുന്നുണ്ട്. ഫോഴ്സ് സ്റ്റീൽ, ഫോഴ്സ് ഗ്രേ, ഫോഴ്സ് ഗ്രീൻ എന്ന് പറഞ്ഞ 3 കളേഴ്സ് നമുക്ക്. ഈ ടോപ്പ് എൻഡിന്റെ പ്രൈസ് അല്ലേ ഇപ്പൊ പറഞ്ഞ? ടോപ്പ് വേരിയന്റ് പ്രൈസ് ഇതിന്റെ ബേസ് വരുവാണെങ്കിലോ? ടോപ്പ് വേരിയന്റ് വരുമ്പോൾ 3 ലക്ഷം രൂപ വരും. ബേസ് വേരിയന്റ് വരുമ്പോൾ 280 വരും. നമുക്ക് മെറ്റിയോറിന്റെ പ്രൈസ് എന്ന് പറയുമോ? മെറ്റിയോർ സ്റ്റാർട്ടിങ് നമുക്കൊരു 222 തൊട്ട് 350 സെഗ്മെന്റിൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. നമുക്ക് 2 CCയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 350 CCയും വരുന്നുണ്ട്, 650 CCയും വരുന്നുണ്ട്. 350 നമുക്കൊരു 222 തൊട്ട് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നുണ്ട്. നമുക്ക് 650 ഒക്കെ നോക്കുമ്പോൾ നമുക്കൊരു 5,05,000 ആ റേഞ്ച് തൊട്ടാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കുന്നത് 650 CC ആസ്ട്രൽ ബ്ലാക്ക് എന്ന് പറഞ്ഞ സൂപ്പർ മെറ്റിയോർ എന്ന് പറഞ്ഞ മോഡലാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത് കാണാൻ. ഇത് നമുക്ക് മെയിൻ ആയിട്ട് 2 തീമിലാണ് വരുന്നത്. ഒന്ന് സോളോ റൈഡർ തീമിലും വരും, ഒന്ന് ടൂറർ തീമിലും വരും. ഇത് സോളോ റൈഡർ തീമിൽ വരുന്ന മോഡലാണ്. അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ബാക്ക് സീറ്റിൽ നമുക്ക് കാണാം. നമുക്ക് ബാക്ക് റെസ്റ്റ് വരത്തില്ല. ഒരു സിംഗിൾ റൈഡ് ഒക്കെ നമുക്ക് ഇത് ബാക്ക് സീറ്റ് റിമൂവബിൾ ആണ്. ഇതിനകത്ത് അത്യാവശ്യം റിമൂവ് ചെയ്തിട്ട് ഫിനിഷർ ഒക്കെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വരുമ്പോഴത്തേക്ക് നമുക്കിപ്പം പൊതുവെ അലോയ് വീല് വരുന്ന വേരിയന്റ് ആണ്. പിന്നെ LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. പറഞ്ഞ പോലെ ട്രിപ്പർ നാവിഗേഷൻ യൂണിറ്റ്, അതുപോലെ മീറ്റർ കൺസോൾ നമുക്ക് മീറ്റിയോളൊക്കെ വരുന്ന പോലെ തന്നെ മീറ്റർ കൺസോൾ നമുക്ക് വരും. പിന്നെ നമുക്ക് 650 CC എഞ്ചിനാണ്. ഇതൊരു ക്രൂസർ ടൈപ്പ് ആയതുകൊണ്ട് അതിന്റെ റൈഡിംഗ് പോസ്റ്റ് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിരിക്കും. കുറച്ചുകൂടെ ലോ സീറ്റ് ആയിട്ടായിരിക്കും. അതുപോലെ ഫോർവേഡ് ആയിട്ടായിരിക്കും ഫുട് പെക്സ് വരുന്നത്. കുറച്ചുകൂടെ വൈഡ് ഹാൻഡിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള റൈഡിംഗ് പോസ്റ്റ് ആണ് നമുക്ക് പൊതുവെ നമുക്ക് 350 മെറ്റിയോർ മോഡൽസിൽ നമുക്ക് വരുന്നത്. ഇനി വരുമ്പോൾ നമുക്ക് 5,05,000 വരും ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക്. ഇപ്പൊ 350 പറഞ്ഞല്ലോ, അതിന് എങ്ങനെയായിരുന്നു? 350 നമുക്ക് വരുന്ന ടോപ്പ് എൻഡ് 270 സമയം വരും. നമുക്ക് 350 സെഗ്മെന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 222 തൊട്ട് 272 വരെ നമുക്ക് പ്രൈസ് വരുന്നുണ്ട്. ടോപ്പ് വേരിയന്റിൽ ഇപ്പം സൂപ്പർ മെറ്റിയോർ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളേഴ്സ് ആണ് വരുന്നത്. ഇപ്പം പഴയുള്ള കളേഴ്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പം റീസെന്റ് ആയിട്ട് പുതിയ കളേഴ്സ് വന്നിട്ടുണ്ട് അത്യാവശ്യം. ഈ വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് ഓക്കെ, നമുക്ക് കോണ്ടിനെന്റൽ GT എന്ന് പറഞ്ഞ മോഡലാണ്. GTയുടെ ടോപ്പ് വേരിയന്റ് വരുന്ന കളറാണ് ഈ ഇരിക്കുന്നത്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊതുവെ നമുക്കൊരു കഫേ റേസർ കാറ്റഗറി വരുന്ന മോഡലാണ്. അതിന്റെ റൈഡിംഗ് പോസ്റ്റ് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിരിക്കും. നമുക്കൊരു ലീൻ ആയിട്ടുള്ള ഒരു റൈഡിംഗ് പോസ്റ്റർ ആയിരിക്കും വരുന്നത്. ഇത് വരുമ്പോഴത്തേക്ക് ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 445 തൊട്ട് പ്രൈസിങ് നമുക്ക് വരുന്നുണ്ട്. 445 തൊട്ട് 479 വരെ നമുക്ക് പ്രൈസ് വരുന്നുണ്ട്. 2 വേരിയന്റ് ആയിട്ടാണ് വരുന്നത്? അല്ല, നമുക്ക് ഇതിനകത്ത് കളേഴ്സിലുള്ള ഡിഫറെന്റ് മാത്രമേ ഉള്ളൂ. ഇത് ടോപ്പ് വേരിയന്റ് ആണ്. ടോപ്പ് വേരിയന്റ് നമുക്കൊരു ക്രോം എഡിഷൻ ആണ് നമുക്ക് വരുന്നത്. ഈ ഒരു വേരിയന്റ് 650 സെഗ്മെന്റ് ആണ്.
ഫീച്ചേഴ്സ് നോക്കുമ്പോൾ നമുക്ക് LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, അതുപോലെ മീറ്റർ കൺസോൾ ഈ ഒരു ടൈപ്പ് ആയിരിക്കും. അതിനകത്ത് നമുക്ക് ഫ്യൂൽ ഇൻഡിക്കേഷൻ അറിയാൻ പറ്റും, ടൈം, പിന്നെ ട്രിപ്പ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പം USB ചാർജിംഗ് പോർട്ടും വരുന്നുണ്ട്, ഹസാർ ലൈറ്റ്, അതുപോലെ ക്ലച്ചും ബ്രേക്കും അഡ്ജസ്റ്റബിൾ ആണ്. ഹിമാലയൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ 5 കളേഴ്സ് വരുന്നുണ്ട്. നമുക്കൊരു 391 തൊട്ട് 4.8 വരെയാണ് നമുക്ക് പ്രൈസ് വരുന്നത്. നമുക്കിപ്പം അത് ഹിമാലയൻ എന്ന് പറഞ്ഞ മോഡൽ നമുക്കൊരു അഡ്വഞ്ചർ അതുപോലെ ടൂറർ കാറ്റഗറി വരുന്ന മോഡലാണ്. നമുക്ക് അതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. പർപ്പസ്ഫുൾ ബിൽഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്, നമുക്ക് ഏത് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമുക്ക് 450 സെഗ്മെന്റ് ആണ് വരുന്നത്. പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ പറഞ്ഞ പോലെ 391 തൊട്ട് 4.8 വരെ നമുക്ക് പ്രൈസ് വരുന്നത്. അത്യാവശ്യം അതിന് റേറ്റ് കുറഞ്ഞിട്ടുണ്ടല്ലോ GST? ഇല്ല, നമുക്ക് 350 സെഗ്മെന്റിലാണ് അത്യാവശ്യം റേറ്റ് റെഡ്യൂസ് ആയിരിക്കുന്നത്. 350 അബവ് വരുന്ന എല്ലാ മോഡൽസും സെയിം വ്യത്യാസം വന്നിട്ടുണ്ട്. കൂടുതൽ 30,000 രൂപ ഡിഫറൻസ് നമുക്ക് വന്നിട്ടുണ്ട്, കൂടുതൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം എത്ര ദിവസം എടുക്കും? നമുക്ക് അങ്ങനെ വലിയ വെയിറ്റിംഗ് പീരീഡ് ആയിട്ടൊന്നും വരുന്നില്ല. അത്യാവശ്യം വണ്ടികളെല്ലാം നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട്. ഒരു 10 ദിവസം വെയിറ്റിംഗ് പീരീഡിലൊക്കെ നമുക്ക് വണ്ടി എടുത്ത് കൊടുക്കാൻ പറ്റും. അവൈലബിലിറ്റി അനുസരിച്ചാണ്. കളേഴ്സ് ഏതാണ് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ചെക്ക് ചെയ്തിട്ട് മാക്സിമം പെട്ടെന്ന് തന്നെ ഡെലിവറി കൊടുക്കും. സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണോ? സർവീസ് നമ്മൾ ഇവിടെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതുപോലെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങൾക്കൊക്കെ അമൽ ബ്രോയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം. അതൊന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഇതുപോലുള്ള പുതിയ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബ്രോയോട് ഒന്നുകൂടെ നമ്മൾ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ബ്രോ. താങ്ക് യു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ ഗിരി സൈനിങ് ഓഫ്. ബൈ ഗൈസ്.